അങ്ങനെ അവിടെ ഇവിടെ എല്ലാം കേറി ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയേക്കുകയാണ്. അതെല്ലേ, ഇതാണ് നമ്മുടെ സ്വന്തം ലൊക്കേഷൻ അല്ലേ? അതെ. എപ്പം നാട്ടിൽ കോരുത്തോട്ടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്നേരം ഇവിടെ ഒരു വന്നിട്ട് പോയില്ലേ ഒരു സമാധാനം അല്ലേ? നമ്മൾ കണ്ടങ്കേത്തോട്ട് അടുത്തോണ്ടിരിക്കുന്നു. നല്ല സെറ്റപ്പ് ആക്കിയില്ലേ? അടിപൊളി. നമുക്ക് തിരിച്ചു വരുമ്പോ ഇറങ്ങിയിരിക്കാം അവിടെ കേട്ടോ. ടോമിച്ചന്റെ വീടാ, ടോമിച്ചൻ. ഇതാണ് നമ്മള് സ്വപ്നം കാണുന്ന കിനാശ്ശേരി. അതെ അതെ. എനിക്ക് ആറന്തീരത്തുള്ള വീട് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ആറന്തീരത്ത് വീട് വെക്കുന്നൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെള്ളപ്പൊക്കം വന്നല്ലേ. അതെ, കഴിഞ്ഞ ദിവസത്തോടെ ഈ റോഡിൽ വെള്ളം കയറുന്ന ഇവിടെ എല്ലാം ഈ ആറ് തകർന്ന് വെള്ളം കയറുന്ന ഈ നല്ല മഴക്കാലമില്ലേ, ആ സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറുന്ന. നമ്മുടെ എല്ലാം ചെറുപ്പകാലം മുഴുവൻ ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ ഭാഗമായിരുന്നു കണ്ടങ്കയം. ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം, കണ്ടങ്കയത്തിന്റെ സൈഡിലത്തെ. ഇതാണ് സിജോ ചേട്ടന്റെ പാടി. അതെ, വേറെ ആർക്കും ഇതൊന്നും ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരും. അത്യാവശ്യം എല്ലാ കുളി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇതിലെല്ലാം കറങ്ങിയിട്ടാണ് പോകുന്നത്. ആയുധങ്ങളൊക്കെ എടുക്കുക. സിജോ ചേട്ടൻ പാടിയുടെ താക്കോലൊക്കെ തന്നിട്ടുണ്ട്. ഇറങ്ങിയേക്കാം. അപ്പം നമ്മൾ ഇവിടെ വന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ എല്ലാം റെഡിയാകുന്നു, പോപ്പിയും കുഞ്ഞിയൊക്കെ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, സിജോ ചേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല അടിപൊളി ലൊക്കേഷനാണ്, ഇവിടെ നല്ല സെറ്റായിട്ട് നല്ല ഒരു ഹോം സ്റ്റേ ഒക്കെ പണിത് നല്ല അടിപൊളിയാക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ആക്കുവാണെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർക്കെല്ലാം റൂംസോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് കുളിക്കാൻ പോയേക്കാം. എന്താ ഇവിടെ ഇരുന്നോണ്ട് ഞങ്ങളുണ്ടല്ലോ, ഈ എപ്പോഴേലും ന്യൂ ഇയറോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ വരികയല്ലേ, അവരൊക്കെ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ഇവിടെ നല്ല ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് ഇവിടെയൊക്കെ ഇരുന്ന് നല്ല വൈബാണ് ഇവിടെ ഇരിക്കാൻ. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ നല്ല ആറും വെള്ളവും, പിന്നെ ഇടയ്ക്ക് പോയി ആറ്റിച്ചാടുക, വീണ്ടും തിരിച്ച് കയറി വരിക, നല്ല രസമാണ് ഇവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം, കുളിയൊക്കെ കഴിഞ്ഞിട്ടേ വൈകുന്നേരം നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വരാം, ഗ്രില്ലടിക്കാൻ. നമുക്ക് നല്ല ലൊക്കേഷൻ അല്ലേ? ക്യാമ്പ് ഫയർ വിട്ട് ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാം. കൊള്ളാലോ, നല്ല ഐഡിയ. അച്ഛമ്മച്ചി അമ്മയെല്ലാം കൂടെ സദ്യക്ക് വിടാം, എന്നിട്ട് നമുക്ക് അമ്മയല്ലേ നമുക്ക് കുളിക്കാൻ പോയാലോ? കുളിച്ചിട്ട് വരാം. കുഞ്ഞു കിളി കുളിക്കുന്നുണ്ടോ കുഞ്ഞി? വെള്ളം കുടിക്കുവോ അല്ലേ? അയ്യോ, എന്നാ ഭീകരിയാ. അടുത്ത ചെല്ലുമ്പോ പറന്നു പോവായിരിക്കും. ഇതിലെല്ലാം വെള്ളം കയറി ഒഴുകിയിട്ടേ ആ മരത്തിന്റെ വേരെല്ലാം തെളിഞ്ഞു വന്നത് കണ്ടോ. ഇതൊക്കെ നല്ല വെള്ളത്തിൽ ഒഴുകി വന്നതാന്ന് തോന്നുന്നു. ഇത് അഴുതയാറാണ് കേട്ടോ, അഴുതയാറ്. പമ്പയിലോട്ട് ചെല്ലുന്ന അഴുതയാറ്. ഇത് പീരുമേട്ടിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പീരുമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് വനത്തിൽ കൂടെ തന്നെ ഒഴുകി കണ്ടങ്കയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോരുത്തോട്ടിൽ. ഈ കണ്ടങ്കയത്ത് വന്നാണിത് നാട്ടിലോട്ട് വരുന്നത്. അതിനൊരു പ്രത്യേകത തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇട്ടിടത്തേ ഇവിടെ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കണ്ടോ? ഇല്ലല്ലോ. എന്നാന്നറിയാവോ, ഇവിടെ നാട്ടിലുള്ളത് കാട്ടിക്കൂടെ തന്നെയല്ലേ ഒഴുകി വരുന്നത്. അപ്പോൾ കാട്ടിലോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമില്ല. നേരെ തിരിച്ച് നാട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ മുഴുവൻ പ്ലാസ്റ്റിക് എല്ലാം വാരിയിട്ട് എല്ലാം കുളമാക്കും. ചാടാൻ തോന്നുന്നുണ്ടല്ലേ? ചാടിയേക്കാം. ഇതെങ്ങനെയുണ്ട്? ഓരോ സൈസ് ചിത്രശലഭങ്ങളാണ്. ഇത് നാടിൻ്റെയും കാടിൻ്റെയും കൂടെ അതിർത്തിയിൽ ഇവിടെ എല്ലാം ആനശല്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആന വരാതിരിക്കാനായിട്ട് വന്യമൃഗശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് സോളാർ ഫെൻസിങ് ചെയ്തേക്കുന്നത്. ഷോക്കുണ്ടോ? ചിലപ്പോൾ തൊട്ടാ ഷോക്ക് അടിക്കും. എന്നിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിപ്പം ആന വന്ന് കയറാതെ നാട്ടുകാരെ എല്ലാം സംരക്ഷിക്കണ്ടേ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ കണ്ടങ്കയത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് കാണുന്ന ഭാഗമെല്ലാം ഭയങ്കര കുഴിയായിരുന്നു, ഭയങ്കര കുഴി. കുഴി എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടൊക്കെ നോക്കാൻ തന്നെ നമുക്ക് പേടിയാവുമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്നറിയാമോ,
ഒക്കെ ഫുള്ള് മണൽ വാരി ചെന്നില്ല. ഇവിടെ നിന്നൊക്കെ ലോഡ് കണക്കിന് മണല് വാരി കയറി പൊക്കോണ്ടിരുന്ന. ഇപ്പൊ ഈ മണൽ വാരിച്ച് നിർത്തിയ പിന്നെ ഇവിടെ എങ്ങും മണൽ വാരുന്നില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ മണലാ വന്ന് അടിഞ്ഞേക്കുന്നത്. നിറഞ്ഞ കുഴിയെല്ലാം പോയി, കുഴിയെല്ലാം നികന്നു പോയിട്ട് നല്ല കയമെല്ലാം നികന്ന് നല്ല മണൽപ്പരപ്പാണ് കിടക്കുന്നത്. നല്ല തണുപ്പ് വെള്ളത്തിന്. ഇത് വനത്തിൽ കൂടെ തന്നെ ഒഴുകി വരുന്നല്ലേ. ഈ ഭാഗത്തുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, വനത്തിൽ ഇത് വേറെ നാട്ടിലോട്ട് കയറി താഴോട്ട് പോകണേ മൊത്തം പ്ലാസ്റ്റിക് ആയിരിക്കും. ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ഈ വരുന്ന മരത്തെ വഴി എല്ലാം പ്ലാസ്റ്റിക് നിൽക്കുന്ന കാണാം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ എവിടെയെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം കാണാനുണ്ടോ? വനത്തിൽ കൂടെ ഒഴുകി വരുന്നതുകൊണ്ട് ഈരുമാട് പോലെ ഇങ്ങോട്ട് മൊത്തം വനത്തിൽ കൂടെ അല്ലേ വരുന്നത്. നല്ല ശുദ്ധമായ വെള്ളം, സുഖമായിട്ട് കുളിക്കാം. അതെ. 3 നേരം കൂടെ ആറ്റി ചാടാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ശരിയാ കേട്ടോ, ഇവിടെയൊക്കെ നല്ല കയമായിരുന്നേ. പക്ഷെ ഇപ്പൊ കണ്ടോ മണല് വന്ന് നിറഞ്ഞു കിടക്കുക. മണല് നല്ല സ്വർണ്ണ കളറിൽ കിടക്കുന്നു. മണല് കാരണം ഇതിന്റെ ആറിന്റെ ആഴവേ പോയി. പക്ഷെ ഈ സൈഡിലോട്ടാന്ന് തോന്നുന്നു കൂടുതലായിട്ട് മണല് നിറഞ്ഞു കിടക്കുന്നത്. ആ സൈഡിലോട്ട് കുറച്ചുകൂടി കുഴിയുണ്ടെന്ന് തോന്നുന്നു. എന്നും വന്നു കഴിയുമ്പോൾ ഇവര് എന്നെ കരയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അവരാറ്റി ചാടാൻ പോകും. കുഴപ്പമില്ല, ഞാൻ എനിക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ ചാടി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി പോയിച്ചോളാം. അപ്പം എനിക്ക് സന്തോഷവും സമാധാനമായി കാണും. ഈ കണ്ടങ്കയത്തിൻ്റെ ഏതാണ്ട് ഒരു 500 മീറ്ററോളം ഭാഗം ദൂരത്തിൽ അങ്ങ് മേളൊരു പാറ കണ്ടോ, ഏതാണ്ട് അത് വേണം. അവിടം വരെ ഒരേ ലെവലിൽ മണലാണ് കിടക്കുന്നത്. അതായത് ഇവിടെയൊക്കെ ഭയങ്കര കുഴിയായിരുന്നു. ഇവിടെ ഇപ്പോൾ കുഴിയില്ലല്ലോ. കുഴിയില്ല. ഇപ്പം നമുക്കിപ്പം എന്നാ ഉണ്ട്, നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരാൾ വെള്ളത്തിൽ കൂടുതലില്ല. നിൽക്കുന്നിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പകുതിക്ക് അത്രയും വെള്ളമല്ലേ ഉള്ളൂ, മുട്ടിന് വെള്ളമുള്ള വെള്ളമുണ്ട്. അവിടെ എല്ലാം നികന്നു പോയതാണ്. രണ്ടും കൂടെ അവിടെ കിടന്ന് ഗുസ്തിയാണേ. ഇനി ഇവിടെ നിന്ന് പിടിച്ച് കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ വലിയ പാടായിരിക്കും. ബാ പോകാം. ഓപ്പി ബായോ. നമ്മൾ ആറ്റിൽ അലക്കി കുളിക്കാൻ വരുമ്പോഴേ ഇങ്ങനെ താഴെ നമ്മൾ അലക്കുന്നിടത്താണെങ്കിൽ പാറയുണ്ടേ. അല്ലാത്തടത്ത് ഇതുപോലെ നമ്മൾ ഓരോ കല്ല്, ഇതിന് വെള്ളം കുറയുന്നതനുസരിച്ച് ഈ കല്ല് ഇറക്കി താഴോട്ട് കൊണ്ടുപോകും. വെള്ളം കൂടുന്നതനുസരിച്ച് കല്ല് കയറ്റി വെള്ളോട്ടും കൊണ്ടുവരും. അലക്കുകല്ല്. കത്തിയോ ഇല്ലാനുള്ള സാധനമൊക്കെ എടുത്തേക്കാൻ പറയട്ടെ. പറഞ്ഞു അപ്പോൾ അവരെല്ലാം റെഡി ആയിക്കൊണ്ട് ഇപ്പോൾ വരും കേട്ടോ. നമ്മളെ പിള്ളേർ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇവിടെ വന്ന് കൂടിയേക്കാന്ന് വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞ സിജോ ചേട്ടായുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ കണ്ടങ്കയത്ത്, അവിടെ വെച്ച് കൂടിയേക്കാന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വന്ന് ചാട്ടമെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം ഇവിടെ വന്ന് ഗ്രില്ല് വെച്ച് സെറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പം പിള്ളേർ പറഞ്ഞു എന്നാൽ പിന്നെ ചെയ്തേക്കാന്നാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ സാധനം എല്ലാം വാങ്ങിച്ചെല്ലാം റെഡിയാക്കി തീയെല്ലാം കത്തിച്ച് ഈ ആംബിയൻസേ നല്ല സെറ്റപ്പ് സംഭവമാണ്. അപ്പോൾ ഈ നമ്മുടെ ആ പഴയ വാടിയെല്ലാം പൊളിച്ച് കളഞ്ഞേച്ചേ അവിടെ നല്ല അടിപൊളിയായിട്ടൊരു ബിൽഡിങ് പണിയുവാണെങ്കിൽ, ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ കാര്യമൊന്നും വേണ്ട, ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അത് ഇടുക്കാഴ്ചയായിട്ടൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സർവേ ഒന്ന് കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സർവേയുടെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നമ്മളോട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളാണെങ്കിലും വരുമ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റപ്പായിട്ട് തങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എങ്ങും പോകത്തില്ല, കറക്റ്റ് ഈ സ്പോട്ടിൽ തന്നെ വരും. കണ്ടങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. ഏതാ നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന് നമ്മുടെ ഒരു ലൊക്കേഷൻ ആണല്ലോ. ഇവിടെ വന്ന് ഒന്ന് കുളിച്ച് ഒരു കുറച്ചു നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ്, 2 പാട്ടും പാടി 2 പാട്ടൊക്കെ പാടി ഇവിടെ നിന്ന് പോകുന്ന ഒരു സന്തോഷം, അതൊരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ ഏതായാലും നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികളിൽ ആലോചിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ ചിക്കൻ എടുത്ത് അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ആറിൻ്റെ സൈഡിൽ നിന്നൊരു ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം ഇന്ന് സാധിക്കുക കേട്ടോ. വെച്ചോ, കാണാനെല്ലാം റെഡി ആയിട്ടുണ്ട്. എങ്ങനെ വെക്കും? നേരെ അതിൻ്റെ മേലോട്ട് ആ കല്ലിലോട്ട് വെച്ചാൽ മതി, അതവിടെ ഇരുന്ന് വെന്തോളും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വന്ന് സെറ്റാക്കാം കേട്ടോ. പിള്ളേരെല്ലാം വരുമ്പോഴത്തേക്കിനുമേ ഇത് പെട്ടെന്ന് വേവിച്ച് വെച്ചില്ലെങ്കിലേ നമ്മളെ അവന്മാരെ ഓടിക്കും. എടുത്താൽ മതിയോ?
അപ്പോൾ നമ്മുടെ ചിക്കൻ പിള്ളേർക്ക് ഇതെല്ലാം ഒന്ന് ഗ്രില്ല് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ട് പോയേക്കാം അല്ലേ. അടുത്ത വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആ നേരത്തെ വെച്ചു, അത് കൂടെ കഴിച്ചേക്കാം. ഇതാണ്ട് ആ ഇലയിലോട്ട് വെച്ചു. കുഞ്ഞി എങ്ങനെയുണ്ട്? ഇനിയും വെക്കാറുണ്ട്. ഇനിയും വെക്കാനുണ്ട്. അത് പിന്നെ നമുക്ക് പിന്നെ വെക്കാം, ഇപ്പം സമയമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാം. എങ്ങനെയുണ്ട് വൈബൊക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാം. കുഴപ്പമില്ലല്ലോ. നല്ല അടിപൊളി സാധനം അല്ലേ? അപ്പം നമുക്ക് ഇത്ര നല്ലൊരു സംവിധാനമെല്ലാം ഒരുക്കി തന്ന സിജോ ചേട്ടനോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കുക. അപ്പോൾ നമുക്ക് കാർഡിന് കൊടുക്കണ്ടേ? പിന്നെ കാർഡിന് കൊടുക്കണം. ആ ഓക്കെ. ഞാൻ തന്നെ രക്ഷ ചെയ്യാം അല്ലേ? ആ എങ്ങനെയുണ്ട് നോക്കിയേ? കൊള്ളാവോ? കൊള്ളാം. ആ ഓക്കെ. അപ്പോൾ കഴിച്ചോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.